എൻ പ്രശാന്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ വിവാദം എന്തായിരുന്നു? മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ ഹിന്ദു IAS ഓഫീസർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നല്ലേ? ഇത് നമ്മൾ മറന്നോ? ആ IAS ഓഫീസർക്കെതിരെ എന്തെങ്കിലും നടപടി ഒന്നും സർക്കാർ എടുത്തോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് പ്രശാന്തിനെ നടപടി എടുത്ത് പ്രശാന്തിനെ പ്രൊട്ടസ്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. IAS അകത്തളങ്ങളുടെ കളികൾ എന്തായാലും പക്ഷെ മനസ്സിലാക്കുന്നത്, അന്നത്തെ പത്രവാർത്തകൾ മനസ്സിലാക്കുന്നത്, അന്ന് ആ നടപടി എടുത്തു അദ്ദേഹത്തിന്. ഹിന്ദു, അതായത് ഭരണനിർവഹണ മേഖലയിൽ ഏറ്റവും സുപ്രധാന ഉദ്യോഗസ്ഥന്മാരുടെ ഹിന്ദു ഉത്സവങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി നടപടിയെടുത്തു? ഒരു നടപടിയെടുത്തില്ല. അപ്പൊ അതിനവർക്ക് അവരുടേതായ യുക്തി ഉണ്ടായിരിക്കും നടപടിയെടുക്കാനുള്ള. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അശോകനെ കുറിച്ച് അങ്ങനെ മുൻവിധിയോട് നമ്മൾ കാണേണ്ട ആവശ്യമാണ് ഈ സംശയം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇനിയുള്ള കാലത്ത് ഒരു ഗവൺമെന്റ് നയം നടപ്പാക്കാനുള്ള IAS ഓഫീസർമാരുള്ളത്. IAS ഓഫീസർ നയം നടപ്പാക്കുകയാണെങ്കിൽ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയമാണ് സർക്കാർ നടപ്പാക്കാൻ തുടങ്ങി സർക്കാർ നാളെ പുതിയ വർഷത്തിൽ വളരെ ശക്തമായി എണ്ണത്തിൽ കുറവാണെങ്കിലും നിയമസഭയിൽ എണ്ണത്തിൽ കുറവാണെങ്കിൽ കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ട്. മാത്രമല്ല മീഡിയ വൺ ഉണ്ട്, മറ്റ് ചാനലുകളുണ്ട്. പ്രതിപക്ഷം എന്ന് CPM മാത്രമല്ല, CPM മാത്രമല്ല, കേരളത്തിൽ മാധ്യമമുണ്ട്, സിവിൽ സൊസൈറ്റി. കേരളം മറ്റ് സംസ്ഥാനമല്ല. ഇവിടെ ശക്തമായ പ്രതിപക്ഷം വേറെ പല രൂപത്തിലുണ്ട്. CPM മാത്രമല്ല, ആ പ്രതിപക്ഷം ചോദിച്ചു. അതുകൊണ്ട് അശോക് എന്നുള്ള സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള വ്യക്തിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം എന്താണ് ചെയ്യാൻ നമുക്ക് നോക്കാം. മുൻവിധിയോടെ ആൾ ഇങ്ങനെയായി ചെയ്യുന്നത് പറയാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം സർക്കാരിന്റെ നയം എങ്ങനെ വിദഗ്ധ, പിന്നെ അദ്ദേഹം ഒരു പരിചയസമ്പന്ന IAS ഓഫീസർ എന്ന കാര്യത്തിൽ സംശയം ആർക്കുണ്ടെന്നല്ല. അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും നമ്മൾ ഗൗരവമായി കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ ഉൾക്കാഴ്ചയുള്ള അഭിപ്രായമാണ്. ഭരണനിർവഹണത്തെ കുറിച്ച് കാര്യമായി ഉൾക്കാഴ്ചയുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം സർക്കാരിന്റെ നയമുണ്ട്. ആ സർക്കാരിന്റെ നയത്തിൽ വേറൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയാണല്ലോ കേരളത്തിൽ, മുസ്ലിം ലീഗ് ആണല്ലോ വേറെ ഘടകകക്ഷി. ഇവർക്കെല്ലാം ഒരു പൊതുരാഷ്ട്രീയ അദ്ദേഹത്തിന് ഉൾക്കാഴ്ചയുണ്ട്, അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, ഗവേണൻസിൽ ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ്. അതൊക്കെ ശരി. ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് റിസൾട്ട് കാത്തു നിൽക്കുമ്പോൾ ചാനലുകൾ വന്നിരുന്നത് ദ മോസ്റ്റ് ഇൻകംപീറ്റന്റ് CM എന്നൊക്കെ കാവൽ മുഖ്യമന്ത്രിയെ പറ്റി പറയുക, അതാണോ എന്താണ് ജനാധിപത്യപരമായ ഒരു ഉദ്യോഗസ്ഥന്റെ ഉൾക്കാഴ്ച? അജീംസ്, ആ ചോദ്യം ആ സമയത്ത് ഉന്നയിക്കേണ്ട ചോദ്യമാണ്. ഇപ്പൊ അശോകനെ കുറിച്ച് ആ വിലയിരുത്തൽ ഞാൻ നടത്തുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു അശോകൻ IAS ഓഫീസറെ കുറിച്ചും പ്രശാന്ത് IAS ഓഫീസറെ കുറിച്ചും മറ്റ് IAS ഓഫീസറെ കുറിച്ചും മാത്രമല്ല, പല IAS ഓഫീസർ സർവീസ് സ്റ്റോറി എഴുതാത്തതിനെ കാര്യത്തിന് അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഉള്ളത്. ഞാൻ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങളൊരു ഉദ്യോഗസ്ഥരിരിക്കുന്ന സമയത്ത് അത് സ്റ്റേറ്റ് സർവീസ് ആയിക്കോട്ടെ, അത് മറ്റേത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങളൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ തൊഴിലിരുന്നിട്ട് അല്ലെങ്കിൽ ആ പണി നിർത്തിയിട്ട് വേണം രാജ്യം സംസാരിക്കാൻ, തിരുത്താനുള്ള ഒരു ബാധ്യത നിങ്ങൾ. കാര്യം നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തം, അതിന്റെ അകത്ത് വിയോജിപ്പ് രേഖപ്പെടുന്നത്, അതിന്റെ അകത്ത് സ്പേസ് തന്നെ. ആ വ്യക്തി, നിങ്ങൾ എന്റെ അഭിപ്രായത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് അതാണ്, പക്ഷെ വ്യക്തിപര അഭിപ്രായം. പക്ഷെ ആ സമയത്തായിരുന്നു ഉന്നയിക്കേണ്ടത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ നമ്മളൊരു ചെറിയ എല്ലാ വിസ്മൃതിയിൽ പോകുന്ന നല്ലതല്ല. കേരളത്തിൽ മാവോയിസ്റ്റുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ചീഫ് സെക്രട്ടറി ആ കൊലപാതകത്തെ ന്യായീകരിച്ച് അന്ന് ചീഫ് സെക്രട്ടറി ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനം എഴുതിയപ്പോൾ അതിന് ന്യായീകരിക്കപ്പെട്ട കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അത് എന്ത് പോളിസിയായിരുന്നു, എന്ത് സമീപനായിരുന്നു? അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് അപ്പൊ അവരൊക്കെ അത് തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ പല ഘട്ടങ്ങളും നമ്മുടെ സമൂഹത്തിൽ പല ഘട്ടങ്ങളും ഉണ്ടായാലും പലരും അഭിപ്രായം പറഞ്ഞത് അതൊക്കെ നമുക്ക് സ്വീകാര്യ അഭിപ്രായം നമ്മൾ ചിലപ്പോൾ അംഗീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ നിരാകരിക്കുന്ന സമീപനാണ്. എന്തായാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും ജോലി സസ്പെൻഷൻ പിൻവലിച്ച സ്ഥിതിക്ക് അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കും. അതിന് മുന്നിൽ മറിച്ച് പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ. CPM പോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ. അവർക്ക് രാഷ്ട്രീയ നയമുണ്ട്, അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസത്തിൽ അവർക്ക് ഈ ഇതായി എന്താ പറയുക ഒരു അനുരഞ്ജനത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു രാഷ്ട്രീയം നടപ്പാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാം. 2016 തിരിച്ചു പോവുകയാണെങ്കിൽ അതിനുശേഷമാണ് സദാശിവം വന്നത്. സദാശിവം വന്ന സമയത്ത് സർക്കാർ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്ത് ഏറ്റുമുട്ടൽ നടത്തിയത്? സദാശിവം ഒരു ഘട്ടത്തിൽ ഏറ്റുമുട്ടില്ല. ആ സമയത്താണല്ലോ കടക്ക് പുറത്തുണ്ടായത്. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. കടക്ക് പുറത്ത് നിന്നുണ്ടായ സന്ദർഭം എന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ഏറ്റുമുട്ടില്ല. ആ സമയത്ത് സർക്കാരിന്റെ പല അഭിപ്രായങ്ങൾ സദാശിവത്തിന്റെ ആദ്യകാലത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അല്ല, അതിനുശേഷം ഞാൻ പറഞ്ഞത് സദാശിവൻ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് സദാശിവമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സ്ഥലത്ത് സദാശിവമായിരുന്നു. ശരി, നിങ്ങൾ പറഞ്ഞ ആ കണ്ടിന്യൂറ്റി ആയിരുന്നു ഇതുള്ളത്. അതിനുശേഷം ആരിഫ് ഖാൻ കേരളത്തിൽ വന്ന സമയത്ത് വളരെ അദ്ദേഹം പണ്ട് 87 യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സമരങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കേരളത്തിൽ വന്ന പ്രതിനിധിയെ സംസാരിച്ചതിക്ക് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തെ BJP-യേക്കാൾ കൂടുതൽ വളരെ സ്വീകാര്യതയോടെ കേരളത്തിൽ അദ്ദേഹം വന്ന 2017 സ്വീകരിക്കുകയും അദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ട് വളരെ സൗമ്യവും വളരെ സൗഹൃദത്തിലുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
അതിന്റെ പ്രശ്നമുണ്ടായത് മറ്റു പ്രശ്നങ്ങളാണ് അതുണ്ടായത്. അതൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്, ബി സി അപ്പോയിന്റ്മെന്റ്, KMC അതിപ്രഗത്ഭനായിട്ടുള്ള എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് തടഞ്ഞുകൊണ്ടുള്ള സംഭവത്താണ്. അതിൽ ഇടതുപക്ഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ പാനലിലെ മറ്റൊരു പറഞ്ഞ അധ്യാപകനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ആ അധ്യാപനെയാണ് അദ്ദേഹം തടഞ്ഞത്. ആദ്യം KMC എന്ന് വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും, ഞാൻ ഇതൊക്കെ വസ്തുതയെ പറയുന്നത്. എനിക്ക് ഞാനൊരു പക്ഷം പിടിച്ച് പറയുകയാണെന്ന് നിങ്ങൾക്ക് ആർക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഞാൻ പറയും നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് പറയുന്നത്. അതിൽ ഇടതുപക്ഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ. ഇനി അതിനുശേഷം ഇടതുപക്ഷം, ഞാൻ ഇതിന്റെ അകത്ത് ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, റിയലിസ്റ്റിക്കായി സമീപിച്ചാൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർക്ക് റെഗുലറായി വൈസ് ചാൻസലർ ആവശ്യമുണ്ട്. നിങ്ങൾ സമയം ഈ കേസ് കൊടുത്ത് കുറെ പണം ചെലവാക്കി വ്യയം ചെയ്യുന്നതും അതുപോലെ തന്നെ കുറെ സമരം നടത്തി ഇല്ലാതാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ യാതൊരുള്ള കാര്യം, കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിന് സമ്പന്നരായും അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോകണമെങ്കിൽ സർവകലാശാല അനാഥമാക്കുന്ന അവസ്ഥയില്ല. കുറച്ച് റിയലിസ്റ്റിക്കായി സമീപിക്കേണ്ട ആവശ്യമുണ്ട്. അത് ആ റിയലിസം എങ്ങനെയാണെന്നുള്ള കാര്യം നിലവിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ റിയലിസ്റ്റിക് ആവാൻ പറ്റുള്ളൂ. അതിൽ സർക്കാർ നയം വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകണം.